കൊച്ചിയിലെ പച്ചാളം പാലത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിലെ വലിയൊരു ആട്ടുകല്ല് ആരോ പ്രതീക്ഷിച്ചു. ആ ആട്ടുകല്ലിലെ തിരുവനന്തപുരത്തു നിന്ന് പോയ കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് ആട്ടുകല്ലിൽ ഇടിച്ച് ആട്ടുകല്ലിനെ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോയി. വലിയ ശബ്ദം ഉണ്ടായി. അതിന് ചുറ്റും താമസിക്കുന്നവരെല്ലാം പേടിച്ചു വിറച്ചു. ഏതായാലും ഇന്ന് വെളുപ്പിനെ 4:30-ക്കാണ് ഈ സംഭവം ഉണ്ടായത്. വലിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മുടെ റെയിൽവേയിലെ ഈ യാത്രക്കാർ രക്ഷപ്പെട്ടത്. കൊച്ചുവേളി മൈസൂരിലെ യാത്രയിൽ തിങ്ങി നിറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. പച്ചാളം റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ, ആ റെയിൽവേ പാലത്തിൻ്റെ അടിയിലെ ട്രാക്കിൽ 2-3-4 പേര് ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ വലിയ ആട്ടുകല്ല് ആ റെയിൽവേ പാളത്തിലോട്ട് കയറ്റി വെക്കാൻ കഴിയുള്ളൂ. ഇത് അവിടെ തന്നെ അതിന് സമീപത്തിൽ വലിയ കുഴി നികന്ന് കിടക്കുകയായിരുന്നു ഇത്. അപ്പോൾ അവിടുന്ന് എടുത്ത് പൊക്കി റെയിൽവേ പാളത്തിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ 3-4 പേരുടെ ശ്രമം അതിൻ്റെ അകത്ത് ഉണ്ടാകണം. ഈ സംഭവത്തിന് ശേഷം നാട്ടുകാർ എല്ലാം അവിടെ എല്ലാം പരിശോധിച്ചു. റെയിൽവേ പാളത്തിൽ ഇരുന്ന ആ ആട്ടുകല്ല് ട്രെയിൻ ഉരുട്ടി തട്ടി മുന്നോട്ട് കൊണ്ടുപോയി ഒരു വശത്തേക്ക് മാറിക്കിടക്കുന്നതും കണ്ടു. വെളുപ്പിനെ 2 മണി അടുപ്പിച്ച് 3-4 പേര് വലിയ വാഹനത്തിൽ അവിടെ വന്നിരുന്നു എന്നും സമീപവാസികൾ ഓർക്കുന്നു. ആരാണ് ഈ രാജ്യദ്രോഹകരമായ പ്രവൃത്തി ചെയ്തതെന്ന് മനസ്സിലാവുക. ഇതൊരു അട്ടിമറി ശ്രമം തന്നെയാണ്. അത് രാജ്യദ്രോഹ പ്രവൃത്തി തന്നെയാണ്. എത്രയോ പേര് മരണപ്പെട്ടേനെ. വലിയൊരു അപകടത്തിൽ നിന്നാണ് ഇന്ത്യൻ റെയിൽവേ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അതിശക്തമായ നടപടി വേണ്ടിവരും. ഇത് റെയിൽവേ പോലീസും CRPF അവരെല്ലാം രംഗത്ത് വന്ന് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പുലർച്ചെ 2 മണിക്ക് ആരും അവിടെ വന്നുവെന്ന് ഇപ്പം വ്യക്തത വന്നിട്ടുണ്ട്. അത് CCTV ദൃശ്യത്തിലൊക്കെ കൂടി കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും ആ വാഹനം. അതിനുശേഷം 4:30-ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. റെയിൽവേ പോലീസും ഡോഗ് സ്ക്വാഡും ഒക്കെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ലോക്കോ പൈലറ്റ് ഇത് കണ്ടു. അവർ ഉടൻ തന്നെ CRPF-നെയും റെയിൽവേ പോലീസിനെയൊക്കെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് അത് അവിടുന്ന് മാറ്റി റെയിൽവേ ട്രാക്കിന് വെളിയിലോട്ട് മാറ്റിക്കഴിഞ്ഞു. എന്തായാലും ഇതേപോലെ ഒരു സംഭവം നമ്മൾ ഒരു 5-6 മാസം മുമ്പ് ഉണ്ടായത് നമുക്ക് ഓർമ്മ വരണം. കൊല്ലം ചെങ്കോട്ട ആ റെയിൽവേ പാതയിൽ ഇതുപോലെ വലിയ 2 തടിയെടുത്ത് വെച്ചു. അത് അതിനടുത്തുള്ള നാട്ടുകാരോ കണ്ടു. അവർ റെയിൽവേ പോലീസിനെ വിളിച്ചറിയിച്ചു. ട്രെയിൻ വരുന്നതിന് മുമ്പ് തന്നെ ആ തടിക്കഷ്ണം അവിടുന്ന് എടുത്ത് മാറ്റാൻ സാധിച്ചു. വലിയ 2 തടിക്കഷ്ണമാണ് ആ റെയിൽവേ ട്രാക്കിൽ ക്രോസ് ആയിട്ട് വെച്ചത്. അതൊരു അപകടത്തിന് വേണ്ടി തന്നെയാണ് വെച്ചത്. പിന്നീട് അത് മാറ്റിവെച്ചെങ്കിലും 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അത് ആരോ അതേപോലെ എടുത്തു വെച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കി. എന്തായാലും ആ കേസിൻ്റെ അന്വേഷണത്തിൽ ആ 2 ക്രിമിനൽസിനെയും, അവർ അറിയപ്പെടുന്ന ക്രിമിനലാണ്, ഗുണ്ടകളാണ്. അവരെ എന്തായാലും മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതാണെന്ന് അവർ പറയുന്നു. അവർ ഡ്രഗ്സ് അടിക്കുന്നവരാണ്. അവരെ അറസ്റ്റ് ചെയ്തതായിട്ട് നമുക്കറിയാം. ഇത് ഇങ്ങനെയുള്ളവരെ ഒരിക്കലും ചെറിയ വകുപ്പിനകത്തല്ല, രാജ്യദ്രോഹം തന്നെയാണ് കാണിക്കുന്നത്. അവർ ചെയ്യുന്ന രാജ്യദ്രോഹ പ്രവൃത്തി ആയതുകൊണ്ട് കൃത്യമായി അവരെ 8-10 വർഷമെങ്കിലും അകത്തിട്ട് കളയണം. കാരണം എത്രയോ ആൾക്കാരുടെ ജീവൻ പോകേണ്ട റെയിൽവേക്ക് അതിദാരുണമായ ഒരു അപകടം ആണ് അത് വരുത്തി വെക്കുന്നത്. അതുകൊണ്ട് ഇപ്പം പച്ചാളത്തെ ഈ ഒരു സംഭവം തീർച്ചയായിട്ടും അവരെ ട്രാക്ക് ചെയ്യണം, എത്രയും പെട്ടെന്ന് ട്രാക്ക് ചെയ്യണം. അവർക്ക് ഇതൊരു പാഠമാകണം എല്ലാവർക്കും. അവർ കുറേ വർഷത്തേന് ഇനി സമൂഹത്തിൽ ഇറങ്ങാൻ പാടില്ല. 8-10 വർഷമെങ്കിലും ശിക്ഷ കിട്ടുന്ന രാജ്യദ്രോഹ പ്രവൃത്തിയിലെ വകുപ്പുകൾ ചേർത്തിട്ട് വേണം അവരെ കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ പൊതുജനങ്ങൾ തീർച്ചയായിട്ടും അവരെല്ലാവരും അലർട്ടാണെന്ന് വിചാരിച്ചോണം. അതിൻ്റെ പരിസരത്തുള്ളവരൊക്കെ ആ റെയിൽവേ ട്രാക്കിനടുത്ത് ഇങ്ങനെ ഒരു അപകടം അവർ മണത്തു എന്നുള്ളതാണ്. ഈ ആൾക്കാരെ രാത്രി 2 മണിക്കത്തെ വരവും അതുപോലെ തന്നെ ഈ ആട്ടുകല്ല് അവർക്കറിയാം അവിടെ കുഴി കിടന്നതാണ്. അത് പൊക്കിയെടുക്കണമെങ്കിൽ 1-2 പേർക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. 3-4 പേരെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തുദ്ദേശത്തിനാണ് ഇവർ ഇത് ചെയ്യുന്നത്? എന്താണ് അട്ടിമറിക്ക് വന്നതാണോ? എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് മനസ്സിലാകുന്നില്ല. എങ്കിലും അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോരുന്നുണ്ട്. CRPF-ഉം റെയിൽവേ പോലീസും ഒക്കെ രംഗത്തുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ആരാണ് വെച്ചത് ഈ പ്രതികൾ,
അവരാരാണ്, ഏത് തരക്കാരാണ് എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും.